ഹായ്, ഞങ്ങൾ മൂന്നാളും കൂടി ഇതേ ബസ് കയറാൻ പോകാൻ കേട്ടോ. നമ്മുടെ തൃശ്ശൂർ വരെ ഒന്ന് പോകാൻ ഫ്ലവർ ഷോ കാണാനായിട്ട് പോകാം കേട്ടോ. അപ്പോൾ എൻ്റെ കൂടെ എൻ്റെ അമ്മയും വരുന്നുണ്ട്. അപ്പോൾ അതേ പോണ വഴിക്ക് ബസ് കയറാനായിട്ട് നിന്നപ്പോൾ കണ്ട കാഴ്ചയായിരുന്നു കേട്ടോ ഇത് ആന. അപ്പോൾ മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ ഞങ്ങൾ ബസ്സൊക്കെ വന്നതും ബസ് കയറി വേഗം നമ്മുടെ തൃശ്ശൂർ ശക്തൻ്റെ അവിടേക്ക് എത്തി. തൃശ്ശൂർ ഫ്ലവർ ഷോ. അപ്പോൾ നമ്മുടെ ഫ്ലവർ ഷോ 2025 22-ാം തീയതി വരെ ഉള്ളൂ കേട്ടോ. ഇന്ന് വരെ അങ്ങോട്ട് ഉള്ളൂ. അപ്പോൾ സ്റ്റാർട്ടിങ് തന്നെ ഇതായിരുന്നു കേട്ടോ. പിന്നെ വെറൈറ്റി ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ പേരും കാര്യങ്ങളൊന്നും അറിയില്ല. ചെറിയ ഇങ്ങനത്തെ കണ്ടാകും. പൂവൊന്നുമില്ല, പൂവുള്ളതും ഉണ്ട്, പൂവില്ലാത്ത ടൈപ്പ് ഇങ്ങനെ അടിപൊളി സാധനങ്ങളുണ്ടായിരുന്നു. മുള്ളു പോലത്തെ ഐറ്റംസ് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട് എല്ലാതും. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പൂക്കൾ തന്നെ എന്ത് ഭംഗിയായിരുന്നു പൂക്കളൊക്കെ അവിടെ നിൽക്കുന്നത് കാണാൻ. ആമ്പല് നീലയും വെള്ളയും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ ഒരു ആമേനെയും കൊണ്ടുവച്ചിട്ടുണ്ട്. പിന്നെ മുള്ളു പോലത്തെ ഐറ്റംസ് ആയിരുന്നു കേട്ടോ. കണ്ടില്ലേ എന്ത് രസമായിട്ട് ഈ ചെറുതിൽ തന്നെ അങ്ങനെ ആയിട്ട് നിൽക്കണ കാണാൻ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അല്ല കുഞ്ഞു ചെടികളിലാണ് കേട്ടോ ഇങ്ങനെ പൂക്കളൊക്കെ ഉണ്ടായി നിൽക്കുന്നത്. ഒരു പൂവിൻ്റെ തന്നെ പല കളറുകളായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. പിന്നെ ഉണ്ടായിരുന്നത് നമ്മുടെ അവിടെയൊക്കെ വെറുതെ അങ്ങനെ വേലിക്കൊക്കെ ഉണ്ടായിരുന്നു ഈ സാധനം. പക്ഷെ ഇവിടെ കാണാനായിട്ട് എന്ത് രസമായിരുന്നു എന്നറിയാൻ നിൽക്കണം. എല്ലാം അങ്ങനെ കട്ട പിടിച്ച് നിൽക്കണം കാണാനായിട്ട് നല്ല രസമുണ്ടായിരുന്നത്. നമ്മുടെ വീടിൻ്റെ മതിലിൻ്റെയൊക്കെ അരിയത്തുണ്ടാവും ഈ സാധനം. പിന്നെ വെറൈറ്റി ഇലകളുണ്ടായിരുന്നു കേട്ടോ അവിടെ. എന്തായാലും ഞങ്ങളിതൊക്കെ കണ്ട് ആസ്വദിച്ച് ഇങ്ങനെ നടന്നു. നമ്മുടെ വീട്ടിലുണ്ടാവുന്ന തെച്ചി അതൊക്കെ ഈ ചെറിയ തൈകളിലായിരുന്നു കേട്ടോ ഒക്കെ ഉണ്ടായിരുന്നത്. പിന്നെ ഒരു വെറൈറ്റി എന്ന് പറഞ്ഞ സംഭവം ഇതായിരുന്നു കേട്ടോ. കണ്ട ഓരോ ചെടികളുടെ ഇടയിലും ഓരോ കുഞ്ഞു രൂപങ്ങളൊക്കെ വെച്ചിട്ട് എല്ലാ മരത്തിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. എനിക്ക് ഇഷ്ടമായി. ഇത് നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട് കേട്ടോ. ഓരോന്നും ഇതൊക്കെ നോക്കി എന്തൊരു ക്യൂട്ടായിട്ടിരിക്കുന്നത്. നല്ല രസമല്ലേ കാണാനായിട്ട്. നമ്മുടെ ആലിലയിൽ ആൽമരത്തിൽ കൃഷ്ണൻ ആടുന്ന ഒരു ഇതുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ അടിപൊളിയായിട്ടുണ്ട്. കുഞ്ഞ് ആലില്ലേ എന്ത് രസമാണ് കാണാനായിട്ട്. അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ അങ്ങനെ കാണാനായിട്ട്. പിന്നെ വന്നത് അടുത്തത് പിന്നെ ഫിഷ് ആയിരുന്നു കേട്ടോ. കുറച്ച് ചെറിയ മീനുകളുണ്ടായിരുന്നു. അതധികം ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഇതേപോലെ പൂക്കൾ കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു. പിന്നെ അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഇടയിൽ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്ത് നിന്നു കേട്ടോ. പിന്നെ നോക്കിയാൽ പൂവ് കൊണ്ട് ഉണ്ടാക്കി വെച്ചതാണ് കേട്ടോ. ഇത് പൂവിൻ്റെ മൊത്തത്തിലില്ല, ഈ മേൽഭാഗം മാത്രമാണ് കേട്ടോ പൂവ് കൊണ്ടുണ്ട്. ഇത് ഫുള്ള് പൂവായിരുന്നു കേട്ടോ. ഇത് അടിപൊളിയായിട്ടുണ്ടായിരുന്നു. പ്ലാസ്റ്റിക് പൂവായിരുന്നു കേട്ടോ ഇത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് പ്ലാസ്റ്റിക് കൊണ്ടായിരുന്നു. പിന്നെ കുറച്ച് സീനറിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നല്ല രസമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവസാനമായപ്പോൾ അതേ വേറെ പഞ്ഞിമിഠായി നമ്മുടെ പിന്നെ പോപ്കോൺ ഈ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങിയപ്പോൾ അതേ വഞ്ചിയിൽ കുറച്ച് പൂക്കളൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒക്കെ നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. ആമ്പലൊക്കെ എന്ത് രസമാണ് കാണാനായിട്ട്. ഇത് അങ്ങനെ ഒരു ബസ്സിൻ്റെ ഒക്കെ ഒരു ഇതൊക്കെ ഉണ്ട് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിലൊക്കെ മക്കളൊക്കെ കയറി കാറൊക്കെ ഓടിക്കുന്ന ഫോട്ടോസും വീഡിയോസൊക്കെ അങ്ങനെ എടുത്തു കേട്ടോ. സംഭവം സൂപ്പറായിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ പിള്ളേർക്ക് നല്ല ഇഷ്ടമായി കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട്.
പിന്നെ കൂടുതൽ ഈ പൂക്കൾ തന്നെയായിരുന്നു. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങിയപ്പോൾ പലതരം വിത്തോളുണ്ടായിരുന്നു കേട്ടോ. എല്ലാ പച്ചക്കറിയുടെയും വിത്തോളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഇങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ആയിരുന്നു കേട്ടോ അവിടെ ഉണ്ടായിരുന്നത്. നമ്മുടെ കോളേജ് പിള്ളേർ വന്നിട്ട് ഒരുക്കിയിട്ടുള്ളതായിരുന്നു അവർ കേട്ടോ. റോബോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ടീ കട അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. പിന്നെ അവസാനമായപ്പോൾ അവരുടെ പേര് എഴുതിയിട്ട് റോയൽ മെക്ക് എഴുതിയിട്ട് ഒരു ഗരുഡനും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ബജ്ജൊക്കെ ലാസ്റ്റ് കഴിക്കാനായിട്ട് വന്നു. ഞങ്ങൾ പറഞ്ഞത് പാനിപൂരി ആയിരുന്നു കേട്ടോ. പിന്നെ പാനിപൂരിയൊക്കെ പറഞ്ഞ് ഞങ്ങൾ പാനിപൂരി കഴിച്ചു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ലാസ്റ്റായപ്പോൾ ഞങ്ങളിത് അവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ. 60 രൂപയുള്ള ടിക്കറ്റിന് കേട്ടോ. അപ്പോൾ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചിറങ്ങി.